ഇന്നത്തെ ദിവസം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ഫീൽഡിൽ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് കോപ്പറിൻ്റെ ട്യൂബുകൾ. പല ഡയമീറ്ററിലുള്ള ട്യൂബുകൾ നമ്മൾ പലവിധ എക്യുപ്മെൻറ്റ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യാറുണ്ട്. ഈ ഫീൽഡിൽ ഇവ ഉപയോഗിക്കുന്നതിന് രണ്ട് പ്രത്യേക കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേന്ന് പറയുന്നത് കോപ്പർ ഒരു നല്ല ഹീറ്റ് കണ്ടക്ടറാണ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമുക്ക് കോപ്പർ ട്യൂബുകൾ പല ഓപ്പറേഷൻസ് അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, അത് ബ്രേക്ക് ചെയ്യാതെ. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് കോപ്പറിൻ്റെ ട്യൂബുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോപ്പർ ട്യൂബിൽ നമ്മൾ പല വിധങ്ങളായിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവ ചെയ്യുന്നതിനാവശ്യമായ ചില ടൂൾസാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ടൂൾ കിറ്റിൻ്റെ അകത്ത് എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലൊരു ഫ്ലെയറിംഗ് യോക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലെയറിങ്ങിൻ്റെ ഉള്ള ടൂളിൻ്റെ ടിപ്പ് നമുക്ക് അഴിച്ചു മാറ്റാവുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലെയറിങ്ങിൻ്റെ യോക്കിന് സ്യൂട്ടാകുന്ന രണ്ട് ഫ്ലെയറിംഗ് ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ ഫ്ലെയറിംഗ് ബ്ലോക്ക് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറഞ്ഞ ഡയമീറ്ററുകളാണ് കാണിച്ചിട്ടുള്ളത്. അതായത് 7/16, 1/4, 3/16, 1/8, 5/16, 3/8 ഇത്രയും ഇഞ്ച് ഡയമീറ്ററുള്ള കോപ്പർ ട്യൂബുകളാണ് നമുക്കിതിൽ ഫ്ലെയറിങ് സ്വേജിങ് ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഫ്ലെയറിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ഡയമീറ്ററുകളാണ്. 3/4, 1/2, 5/8 എന്നീ ഡയമീറ്ററുകളാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്വേജ് ചെയ്യാനുള്ള ഒരു സെറ്റും കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പല ഡയമീറ്ററിലുള്ള സ്വേജിങ് ടിപ്പുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ സ്വേജിങ് ചെയ്യാനും നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഈ ഫ്ലെയറിംഗ് യോക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ടിപ്പ് ഊരി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്വേജിങ്ങിൻ്റെ ആ ടിപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് സാധാരണ നമ്മൾ ഫ്ലെയറിങ് ചെയ്യുന്ന പോലെ തന്നെ സ്വേജിങ്ങും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നേരത്തെ ഉള്ള ആ സ്വേജിങ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഒരു നൈലോൺ ഹാമറോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രൈക്കിംഗ് ടൂളോ ഉപയോഗിച്ച് നമ്മളത് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് ആ സ്വേജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഇതിൽ വന്നപ്പോഴത്തേനും ഈ സ്ക്രൂ ടൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഫ്ലെയറിങ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ആ സ്വേജിങ് പെട്ടെന്ന് തന്നെ ആകുന്നതാണ്. അപ്പോൾ ടെക്നീഷ്യന്മാർക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ടൂൾ കിറ്റാണിത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുന്നത് സ്വേജ് ചെയ്യുന്ന സമയത്താണ്. കാരണം നമ്മൾ നൈലോൺ ഹാമർ വെച്ച് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ചെറിയൊരു ചെരിവുണ്ടെങ്കിൽ ആ സ്വേജ് ചെയ്യുന്നത് ശരിയാകാതെ വരികയും പിന്നെ നമുക്കത് ബ്രേസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ബ്രേസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ സ്ക്രൂ ടൈപ്പ് സ്വേജിങ് ടൂൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഹാൻഡിൽ തിരിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിഫക്റ്റ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് സ്വേജിങ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ടൂൾ കിറ്റ് സാധാരണയായിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ലഭ്യമാണ്. അപ്പോൾ അത് വാങ്ങാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലാവരും പർച്ചേസ് ചെയ്ത് നോക്കുക. ഈ ടൂളിനെ നമ്മൾ ട്യൂബ് ബെൻഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ കോപ്പർ ട്യൂബ് ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത്. അപ്പോൾ രണ്ട് ടൈപ്പ് ബെൻഡറുകളാണ് നിലവിലുള്ളത്. സ്പ്രിംഗ് ടൈപ്പ് ബെൻഡറും ലിവർ ടൈപ്പ് ബെൻഡറും. അപ്പോൾ ഇതിനെ നമ്മൾ അക്യുറേറ്റ് ട്യൂബ് ബെൻഡർ എന്നും പറയുന്നു. കാരണം ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള ആംഗിൾ കറക്റ്റായിട്ട് നമുക്ക് കോപ്പർ ട്യൂബിൽ ബെൻഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് അക്യുറേറ്റ് ട്യൂബ് ബെൻഡർ എന്ന് പറയുന്നത്. ഇത് തന്നെ പല ഡയമീറ്ററിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1/4, 3/8 ഇഞ്ചുള്ള കോപ്പർ ട്യൂബുകൾ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിവർ ടൈപ്പ് ടൂൾ ഉപയോഗിക്കുന്നത്.